എന്റെ ആത്മാവ് ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്തു. എന്റെ ഉള്ളവനിൽ പകരുന്നു. എന്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ നിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നെ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും നീർച്ചാമലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവേ, പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. യേശുവരും വേഗത്തിൽ ആശ്വാസമേ, യേശുവരും വേഗത്തിൽ, യേശുവരും വേഗത്തിൽ, യേശുവരും വേഗത്തിൽ ആശ്വാസമേ, യേശുവരും വേഗത്തിൽ, യേശുവരും യേശുവരും വേഗത്തിൽ, യേശുവരും വേഗത്തിൽ ആശ്വാസമേ, യേശുവരും വേഗത്തിൽ, യേശുവരും വേഗത്തിൽ. ദൈവത്തിൻ സത്യത്തെ ചെയ്തവർക്കു, ദൈവത്തെ സത്യത്തിൽ സേവ ചെയ്തവർക്കു ജാമീനെ ജയിച്ചു തൻ ജീവനെ കൊടുക്കാം, ജാമീനെ ജയിച്ചു തൻ ജീവനെ കൊടുക്കാം. യേശുവരും വേഗത്തിൽ ആശ്വാസമേ, യേശുവരും വേഗത്തിൽ, യേശുവരും വേഗത്തിൽ. അവർ ഒരിക്കൽ സുഗന്ധവർഷം എടുത്ത ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ സഞ്ചരിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ടു മുഖം കുനിഞ്ഞു നിൽക്കുമ്പോൾ അവർ അവനോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവർ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി. 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ
മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോടുകൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവർ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറക്കൽ ഓടിച്ചെന്ന് കുഞ്ഞു നോക്കി തുണി മാത്രം കണ്ട് സംഭവിച്ചെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവത്തിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടി മുഖത്തോടെ നിന്ന്, ക്ലേയോപാവ് എന്നു പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാടുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവൻ അവരോട് പറഞ്ഞത്, ദൈവത്തിന് സകല ജനത്തിനു മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയിലുമുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുവിനെ കുറിച്ച് ഉള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവരുടെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ലാതാനും. അവൻ അവരോട്, അയ്യോ കുശലീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഒത്തെഴുന്നേറ്റു ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരിക്കുന്നു പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ട് വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ അവർക്ക് അറിവായി വന്നതും അവൻ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കടങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്? ഞാൻ തന്നെയാകുന്നുവെന്ന് എന്റെ കൈയും കാലും നോക്കി അറിയുകയും എന്നെ തൊട്ടു നോക്കുകയും എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വലുതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുക തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്ന് ഉള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകലജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിനെ നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി
കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയും അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു.
എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം ആവും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വന്നു. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്നു ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും തരുവീൻ, പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളി എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നു സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. കർത്താവ് സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെ എഴുതുന്നതിന് എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, പരിചരണക്കാരെ സൂക്ഷിപ്പീൻ. നാം ഓരോ പരിചരണക്കാർ ദൈവത്തിന്റെ ആത്മാവുകൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവെ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിചരണയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിമിൽ ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുശ്രൂഷാന്തി സംബന്ധിച്ച് സഭയെ ഉത്തരവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അന്യൻ. എങ്കിലും എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചേർന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചേർന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച അവനിൽ ഇരിക്കേണ്ടതിന് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിക്കേണ്ടതിന് ഇങ്ങനെ വരവിനെയും മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാൻ എഴുതുവച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് സഭയെന്ന് എഴുതുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ എന്നുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി യാത്രയിലേക്ക് ഓടുന്നു. നമ്മുടെ
തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ള. വളരെ നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന വചനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാർഗപ്രകാരം നടത്തുന്നവരെയും കുറിച്ചുകൊള്ളുകയും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകം ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായി നടത്തുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം രക്ഷയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിൽ നിന്നുള്ള ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയോട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. നേരം മാത്ര
കൈകളിലുറങ്ങുന്നു. അപ്പോഴും എന്റെ ദത്തിന്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എന്റെ ദത്തിന്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയാത്രേ വാഞ്ചിതം. സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയാത്രേ വാഞ്ചിതം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഭാരങ്ങൾ ഓടുന്നതിനോ ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനോ ഒന്നും വേണ്ട യാത്രയിൽ. അല്പമല്പം വിശപ്പേനോ സ്വൽപ്പമെല്ലാം ദാഹിക്കും. അല്പമല്പം വിശപ്പേനോ സ്വൽപ്പമെല്ലാം ദാഹിക്കും. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ.
സമാനം വയ്ക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച പനിനീർ പുഷ്പം പോലെ പോകും. അത് മനോഹരമായി ഉല്ലാസത്തോടും ജയഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലേബാനോനിന്റെ മഹത്വവും കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർക്ക് അവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ ദേശത്തും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും ഒഴിഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. ഭീതിയുള്ളവരോട് ധൈര്യപ്പെടുകയും ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ അന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയും. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെറുടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഓമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തെ തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരിചകം ഒരു പൊയ്കയായും വരണ്ടനിലം നീരുറകളായും തീരും. ദുർഗന്മാരുടെ പാർപ്പിടത്തെ അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിനെ വിശുദ്ധ വഴിയെന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ കോഷന്മാർ പോലെ വഴിതെറ്റി പോകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല. ഒരു ദുഷ്ടൻ മൃഗവും അവിടെ കയറി വരികയില്ല. അവയെ അവിടെ കാണുകയുമില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്ത്യനിൽ നിദ്ര കൊണ്ടോയി ശോഭിത ആകാശമപ്പുറം കൂടിയിരുന്നു വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും പുരാഭവേദ്വാരം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാതരത്തിരന്റെ വേലതേക്ക് ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിയുന്നു
ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, രാവിലെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവിനിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവിനിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയത് അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുന്നു, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്നെ മറ്റൊരു കാര്യത്തിന് എന്റേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ കാര്യം ഇസ്കരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്നെ ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവിനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച എന്റെ പിതാവിന്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. Nina
നിർത്തുകയില്ലയോ? അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. വെളുപ്പോളം എനിക്ക് ഞരക്കം തന്നെ പണി. എന്റെ ദേഹം മുഴുവൻ മൺകട്ടയും കുടിച്ചിരിക്കുന്നു. എന്റെ തൊക്കിൽ പുൺവായ്ക്കൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു. എന്റെ നാടുകൾ നെഞ്ചോളത്തിലും വേഗതയുള്ളത്. പ്രത്യാശ കൂടാതെ അവ ഒഴിഞ്ഞു പോകുന്നു. എന്റെ ജീവനൊരു ശ്വാസം മാത്രം എന്നോർക്കണമേ. എന്റെ കണ്ണിനി നന്മയെ കാണുകയില്ല. എന്നെ കാണുന്നവന്റെ കണ്ണിനി എന്നെ കാണുകയില്ല. നിന്റെ കണ്ണാൻ എന്നെ നോക്കും, ഞാനോ ഇല്ലാതെ ഇരിക്കും. മേഘം ശരിച്ച് മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയുമില്ല. അവനെ ഇനി അവനെ കാണുകയില്ല. അതായത് ഞാൻ എന്റെ വയടക്കുകയില്ല. എന്റെ മനവിലയിൽ ഞാൻ സംസാരിക്കും. എന്റെ മനോവസരത്തിൽ ഞാൻ സങ്കടം പറയും. നീ എനിക്ക് കാവലാകേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ? എന്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും, എന്റെ മെത്ത എന്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ അലട്ടുന്നു, ദർശനം കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു. ആകയാൽ ഞാൻ ഞെട്ടിക്കുലയും ഈ അസ്ഥികൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ വിടണമേ. എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. മറ്റെന്നെ ഗണ്യമാക്കേണ്ടതിന് അവന്റെ മേൽ ദൃഷ്ടി വരേണ്ടതിനും അവനെ രാത്രി പോലും സന്ദർശിച്ച് മാത്രം പോലും പരീക്ഷിക്കേണ്ടതിന് അവന് എന്തുള്ളൂ? നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും? ഞാൻ ഉമിനീർ ഇറക്കുവോളം എന്നെ വിടാതിരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വച്ചിരിക്കുന്നതെന്ത്? എന്റെ അതിക്രമം ക്ഷമിക്കാതെയും അകത്തെ മോദിക്കാതെയും ഇരിക്കുന്നതെന്ത്? ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും. നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും. Shubhava
ഓരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കീഴങ്ങേറാൻ ദൂരസംഗമങ്ങളെ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുമേ. ശുഭവസതാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭവസതാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്ത പുതുശാലേ നഗരമത്, കൈകളാൽ തീർക്കപ്പെടാത്ത പുതുശാലേ നഗരമത്, സദാകാലം ഞാൻ മണവാട്ടിയായി വരനോടുകൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി വരനോടുകൂടെ വാഴുമേ. ദൂതസംഗമാകെ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ കഴിഞ്ഞിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തി കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടകന് എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചു നടക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കഴിഞ്ഞു പോകുന്നതും തീർച്ചവേദന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. അവനും നിങ്ങൾ കണ്ടിട്ടില്ലാതെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്നു. യേശുയന്നടിസ്ഥാനം ആശയവേനിരത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ എത്ര മാധുര്യമാണ് നാമമേ രൂപത എത്ര മാധുര്യമാവേ നാമമേ മാറണമെന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിൽ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണല്ലേ ഇങ്ങോട്ട് നീക്കാം. ഇതേ നടക്കാൻ കൊണ്ടുപോകാൻ സ്റ്റാൻഡ് ഇപ്പുറത്ത് വെച്ചോണ്ട് ഇറക്കാവുന്നത് അപ്പുറത്തോട്ട്
അവിടുന്ന് വിളിച്ചത് കാണുന്നില്ല, ഏത് ഇല്ലാതെ കിട്ടുന്നു. എവിടെ ഇറങ്ങുന്നേ? ആ അത് തല നേരെ വെച്ച് അതൊന്ന് ബാലൻസ് ചെയ്തു. തല കറക്റ്റാണ്.
ഓക്കെ. ആ കൈ മതി, കൈ മതി. പുറത്തേക്കിടണോ അങ്ങനെ? അതിന്റെ സോസൊക്കെ ഉണ്ട്, സോസൊക്കെ ആണോ? ഫ്ലവർ വെച്ചിട്ട് പെട്ടിയിലെ ഫ്ലവർ അത് മടക്കി അത് വെക്കാം, അകത്ത് വെച്ചാൽ മതി. ഭംഗിയത് നമ്മൾ ഓർമ്മ പിടിച്ചിട്ട് ചോട്ടാ അവിടെ നിങ്ങൾ പിരിച്ചു അപ്പോൾ കുറഞ്ഞ് കായ്ക്കുന്ന സാധനം തന്നെ അടിയിൽ ഇങ്ങനെ വെക്കാൻ മോളെ ഇല്ലേ ഇവിടെ അങ്ങോട്ട് പിടിച്ചോണം തെളിയായിട്ടല്ലേ? ആ അല്ല അത് ഉഷ വരട്ടെ. ഒരു ഉമ്മ കൊടുത്തേച്ചാൽ പിടിച്ചോ. നിങ്ങൾ പാട്ട് പാടിക്കോ? ആ കസേരയിലോട്ട് മമ്മിയൊക്കെ കസേരയിലോട്ട് അങ്ങനെ അവിടെ ഇരുത്ത് കാണുന്നോ? കസേര അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് അടുപ്പിച്ചു സന്തോഷത്തോടാതു വാങ്ങി പാടിടും ഞാൻ. സന്തോഷത്തോടാതു വാങ്ങി
ഭക്തന്മാരാം സഹോദരർ വിളക്കുകൾ കൂടെയുണ്ട്. ഭക്തന്മാരാം സഹോദരർ വിളക്കുകൾ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ദുആമുണ്ട്. നിശാമേലന്നപ്പമുണ്ട്. പ്രാർത്ഥനയിൽ ദുആമുണ്ട്. നിശാമേലന്നപ്പമുണ്ട്. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുഷ്യനായതിന്റെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുവാൻ ആ ഉത്തരവാദിത്തത്തെ നമ്മൾ മനസ്സിലാക്കി നിന്നോട് ചേർന്ന് ഞങ്ങളുടെ ചുമതലകളെ ഞങ്ങളുടെ കടമകളെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് ഞങ്ങൾ ഇടയാക്കണമേ. ഞങ്ങൾ ഈ ലോകത്തിലെ ചുമതലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കഴിയുമ്പോൾ മകനെ മകളെ മടങ്ങി വരിക എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ വിളിച്ച് നിന്റെ സന്ധിയിലേക്ക് തിരിച്ചേർന്ന് കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രിയ നിന്റെ ദാസനായി നിന്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹത്തിനായി, കൂട്ടായ്മയ്ക്കായി, കരുതലിനായി, എല്ലാ നല്ല ബന്ധങ്ങൾക്കായി, എല്ലാവരുടെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്റെ ദാസനിലൂടെ സമൂഹത്തിൽ ലഭിച്ച എല്ലാ സേവനങ്ങൾക്കും ശുശ്രൂഷകൾക്കുമായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തന്റെ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ തന്റെ മകനെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ സന്ധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. വേർപാട് ദുഃഖമുള്ളതെങ്കിൽ കർത്താവെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നിന്റെ സന്ധിയിലേക്ക് വിളിച്ചു ചേർക്കുന്നത് ഞങ്ങൾ കർത്താവിന്റെ വലഭാഗം ഇരിക്കുന്നവരാകുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടന്നു പോകുന്നവർ ഞങ്ങൾക്ക് നഷ്ടമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ മാറോട് ചേർന്ന് അവന്റെ വലഭാഗം ഇരിക്കുന്ന അനുഭവമാകുന്നു എന്ന് ഓർക്കുവാനും കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി ഞങ്ങൾ ആ നിത്യ തുറമുഖത്തേക്ക് പോകും. അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്തുന്നുള്ള പ്രത്യാശയോടെ ഇരിക്കാനും അതിനുള്ള ഒരുക്കത്തോടെ ഞങ്ങൾ ജീവിക്കാനും ഇടയാക്കണമേ. ഈ സമയത്ത് കർത്താവ് ദുഃഖത്തിലെ പ്രയാസിപ്പിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വേർപാടിന്റെ ദുഃഖമുണ്ടെങ്കിലും അവിടെയൊക്കെ നിന്നുള്ള പ്രത്യാശ നിറയ്ക്കണമേ. അതാകുന്നല്ലോ കർത്താവെ നീ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ധൈര്യവും അനുഗ്രഹവും പ്രത്യാശയും. ആ ഉറപ്പോടെ പ്രത്യാശയോടെ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കെല്ലാം ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്നതായ വലിയ ആനന്ദത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിത്തീരുന്നുള്ളതായ വലിയ വിശ്വാസത്താൽ നിറയ്ക്കണമേ. കൃപയിൽ നീ കാത്തുകൊള്ളണമേ. കർത്താവിന്റെ ദാസി നമുക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവിടെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള സന്തോഷത്തോടുകൂടെ കർത്താവ് ധൈര്യത്തോടുകൂടെ പ്രത്യാശയുടെ നിലവാര യാത്രയെ അയക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങൾക്ക് ഒന്നിച്ച കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച എല്ലാ നല്ല സ്നേഹത്തിനായി കൂട്ടായ്മയ്ക്കായി ശ്രമിക്കുന്നു. കൃപയിൽ നീ കാത്തുകൊള്ളണമേ. ധൈര്യപ്പെടുത്തണമേ. സന്തോഷത്തോടെ നിലവാര യാത്രയാക്കുവാൻ ഇടയിലെല്ലാം ലഭിക്കണമേ. കൃപയിൽ നിങ്ങളെ പരിപാലിക്കണമേ. സൗകര്യ പരിജ്ഞാനത്തെ നിർമ്മിക്കണമേ. അവിടുത്തെ കൃപയും കാരുണ്യവും ഞങ്ങളെ പിന്നുണ്ടായാൽ നിങ്ങൾ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അതിന്റെ പരിജ്ഞാനത്തെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കൃപയാൽ കേൾക്കുമാറാകണമേ. പിതാവും പരിശുദ്ധാർവകാര്യമായ വേദി കർത്താവ് ഞങ്ങളുടെ എല്ലാവരോടും പ്രത്യേകിച്ചും പറഞ്ഞു. ദുഃഖത്തിലെ പ്രശ്നത്തിലെ പ്രയാസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.
കാലത്ത് തന്നെ ഞങ്ങളെ ഭയങ്കര എല്ലാ ഞങ്ങളുടെ കാര്യക്കാരൊക്കെ ഞങ്ങളെ പോഷിക്കാനും ഞങ്ങളെ ദിവസങ്ങൾക്കും ഞങ്ങളെ സമാചാരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഈ യഥാർത്ഥന്മാർക്കും ഞങ്ങൾക്കും അവരുടെ മക്കൾക്കും ഞങ്ങൾക്ക് വിളിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഇവിടെ സ്ഥാപിക്കുന്നതിന്റെ മേലിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കയ്യിലെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കയ്യിലുള്ള പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഞാനേനോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി ഞാനേനോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി കാലം നേടും ഞാൻ മാറൊരു രാജൻ സന്നിധോ കാലം നേടും ഞാൻ മാറൊരു രാജൻ സന്നിധോ ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുക സദാ സന്നദ്ധരായി നേരുന്നേ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കാത്തിരുന്നാൽ എന്റെ പ്രിയനെ കാത്തിരുന്നാൽ എന്റെ പ്രിയനെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണങ്ങിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണങ്ങിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നീതിമാനായ സിദ്ധന്മാർ ജീവിതം വേറുത്ത വീരന്മാർ നീതിമാനായ സിദ്ധന്മാർ ജീവിതം വേറുത്ത വീരന്മാർ ഞാനും ചേർന്നു പാടിയുമേ ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിയുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേരുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാദങ്ങളായി സേവ ചെയ്തതാ
യെരൂശലേമിൻ നിമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരൂ. യെരൂശലേമിൻ നിമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരൂ. നമുക്ക് ശുശ്രൂഷ തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പം അനൗൺസ് ചെയ്യുന്ന ആൾക്കാര് ഒഴികെയുള്ളവർ അവിടെ നിന്ന് മാറിക്കിടക്കുന്നു. ആദ്യമായിട്ട് ചാപ്പർ സാറിന്റെ മക്കളും സഹോദരങ്ങളുമായിട്ടുള്ളവര് ഇവിടെ ഇരിക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞാൽ ബോഡി പ്രാർത്ഥിച്ച് പന്തലിലേക്ക് ഇറക്കുകയാണ്. അതുകൊണ്ട് ഫോട്ടോ എടുത്ത് കഴിയുന്നവരെ പന്തലിലേക്ക് മാറി കൊടുക്കുന്നത് പോലെ മക്കളും സഹോദരങ്ങളും ഒഴികെയുള്ളവര് ഇപ്പൊ ഇരിക്കുന്നവരുടെ എടുത്താണ് എന്നിട്ട് അതേ മാറ്റി കഴിഞ്ഞോ?
അപ്പച്ചനെ നോക്കി നട, അപ്പച്ചനെ നോക്കി നട. മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയിരുന്നാണ് ബോഡി ഫോട്ടോ എടുത്തിരുന്നു. അവിടുത്തെ ഞാൻ അറേഞ്ച് ചെയ്യും. മമ്മിയോട്ടിരുന്നു ചേനോട്ടിരുന്നു സണിജ 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 വെളിയിൽ വെച്ചു അടുത്തെടുക്കാം ചേര ഇരിക്കാൻ ഓണാട്ടിക്കാര് ഒരു നേരെ ഫ്രണ്ടിലേക്ക് പുറകെ നിൽക്കുകയും ചേച്ചി ഇങ്ങോട്ട് കയറിയേക്ക്. ഈ ആന്റി ഇത്തിരി മോളെ മുളച്ചോട് നീക്കി നീക്കി അങ്ങനെ നല്ല കറക്റ്റ് മുളച്ചോട് ചേർന്നു. ആല കുഴപ്പമില്ല. എല്ലാവരും ബോഡിയിൽ നോക്കണേ, ക്യാമറയിലല്ല. എല്ലാവരും അപ്പനെ നോക്കി നടക്കും. ജോഷ് ഇനി കോടുകുളഞ്ഞി എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും മേക്കിപ്പടം പറയാം. മേക്കിപ്പടം പറയാം. പുറത്ത് നിൽക്കുകയാണല്ലേ. കോടുകുളഞ്ഞി വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഫോട്ടോയ്ക്കായിട്ട് ഇവിടെ ഒന്ന് ദയവായിട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് തൃശ്ശൂർ നിന്നുള്ളവര് അനൗൺസ് ചെയ്തേക്കാന്നില്ല. അവരും വന്ന് ആരുണ്ട് വിളിച്ചത്? ആരെങ്കിലും കോടുകുളഞ്ഞി വന്നവര് വന്ന് ദയവായിട്ട് ഇരിക്കണേ. പ്രായമുള്ളവരൊക്കെ ഇരിക്കുക. പ്രായമുള്ളവർ ഇരിക്കേ. നിങ്ങൾ കൂടുതലുള്ളവർ പറഞ്ഞിരിക്കേ. രണ്ടുപേരും ഇരുന്നാട്ടോ. പ്രായമുള്ളവർ രണ്ടുപേരും ഇരിക്കുക. സ്ഥലത്തിരിക്കേണ്ടവർ. ബാക്കിയുള്ള പ്രോഗ്രാം നിരന്നു. അടുത്ത് നിന്നോ? ഇത്ര പേരുള്ള ഓക്കെ. എല്ലാവരും അപ്പത്തിന് നോക്കിയിരുന്നാട്ട്.
അടുത്തായിട്ട് മരുമക്കള് ഉള്ളവരല്ല. മരുമക്കള് അവരുടെ വീട്ടിൽ നിന്ന് വന്നവരും എല്ലാം വന്നിട്ടുണ്ട്. മരുമക്കളെന്ന് പറയുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉൾപ്പെടും. ബന്ധുക്കൾ പുറലോട്ടൊന്ന് അടുത്തുന്നോ സ്ത്രീകളെ ഇതിനെല്ലാം നിൽക്കാനുള്ളതാ ഇതിന്റെ കൂടെ ഉള്ളതാണോ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇത്ര പറയാൻ എടുക്കുന്നത് എല്ലാം കൂടെ ബോട്ടിലോട്ട് നോക്കുന്നുണ്ടോ? ഇനി വെണ്ണിക്കുളത്ത് നിന്ന് വന്നിട്ടുള്ളവര്, റാന്നിയിൽ നിന്ന് വന്നിട്ടുള്ളവർ, തൃശ്ശൂർ നിന്ന് വന്നിട്ടുള്ളവർ, അവരെല്ലാം ബന്ധുക്കാരുടെ ഒരു സെക്ഷൻ കണ്ട് അത് ഞാൻ ഇറങ്ങി ഇങ്ങനെ നോക്കണം. അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്തോട്ടോ അല്ല ഇപ്പം കെട്ടി കാരണം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ല ഇങ്ങോട്ട് മാറുക അല്ലെ അങ്ങോട്ട് നോക്കുകയും ചെയ്യാണ്. അല്ല നമുക്ക് അടുത്ത എടുക്കാം. ഇപ്പൊ എല്ലാവരും നമുക്ക് കൊള്ളിക്കാൻ പറ്റത്തില്ല. ഇതെടുക്കുന്നു എല്ലാരും അപ്പൊ തന്നെ നോക്കി നോട്ടെ. ശരിയൊക്കെയാണോ? ആ ഓക്കെ മാറി. നീ അടുത്ത ആരാ? നീ ആരാ? കോട്ടയത്ത് ഉൾപ്പെടെ ഉൾപ്പെടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെ നമ്മളെ വിളിച്ചതാ. ഉൾപ്പെടെ ബന്ധുക്കാർ വന്നില്ലേ? താലിമാരുടെയും ഇങ്ങോട്ട് നിന്റെ അടിയനെ വിളിച്ചിട്ട് തന്നെ
കുറച്ച് ഇരുന്നാലോ? ഹലോ, നീ ഇങ്ങോട്ട് വാ, നീ നിൽക്ക്, രണ്ടുപേരും കൂടി ഇരുന്നേ. നീ പറയുന്ന മതി, നിന്നോട് അവിടെ നിൽക്കും, നീ ആ പറയുന്നു നിൽക്ക്. ഇത്രേ ഉള്ളൂ. എല്ലാവരും അപ്പച്ചനെ നോക്കി നാട്ടെ, ഇങ്ങോട്ട് അവിടെ നോക്കിയാ ബോഡി നോക്കി, ബോഡി മാറിക്കോ. നെല്ലിമലയിൽ നിന്ന് വന്നിട്ടുള്ള നെല്ലിമല കൊഴിമല കുഴപ്പമില്ല. അടുത്ത് വിളിച്ചു മേക്കടൂര് മാറില്ലേ? ആരും മാറില്ലേ? മുമ്പോട്ട് അടുത്ത് അങ്ങോട്ട് കയറുന്നില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ മുമ്പോട്ട് ആ കസേര അമ്മച്ചിട്ട് കൊടുത്തത് കസലിടണോ? ഫോട്ടോ എടുക്കുക. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കുഴപ്പമില്ല. തിരുവല്ലയിൽ നിന്നും എത്തിയിട്ടുള്ള തൃശ്ശൂർ തിരുവല്ലയിൽ നിന്നും കാണാനുള്ളത് ഈ സമയത്തൊന്ന് കണ്ടിട്ട് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നു. ഇങ്ങോട്ട് വന്ന് കണ്ടാൽ ഇങ്ങോട്ട് വന്ന് കണ്ടോ കണ്ട വഴി വേണം ഇറങ്ങിപ്പോകാൻ സൗകര്യമുണ്ട്. കൊണ്ടോട്ട് പോയത് ഞാൻ വിളിച്ചാൽ തൃശ്ശൂരിൽ നിന്നും തിരുവല്ലയിൽ നിന്നും വന്നിട്ടുള്ള ബന്ധുക്കളാണ് പുറമെ കേട്ടതാണ്. ആ കസലോട് വരുന്ന ഇരുന്ന് പേരോട്
അടുത്തുനിന്ന് ഇത്രയും പേരുള്ളോ? ഇത്രയും പേരുള്ളൂ. ആ എടുക്കണേ. അല്ലേ അങ്ങോട്ട് കൊടുക്കാം. പെൺമമ്മയും ഉണ്ടായിരുന്നു അവരിരുന്നു. സജിയുടെ വൈഫും പിന്നീട് കുടുംബാംഗങ്ങളായിട്ടുള്ളവർ ഇരിക്കാൻ ഫോട്ടോയിൽ നിൽക്കാനുള്ളത് ഉണ്ടോ? സാറിന്റെ കൊച്ചുമക്കൾ എല്ലാവരും മുമ്പോട്ട് വന്നാണ്. കൊച്ചുമക്കളായിട്ടുള്ളവരെല്ലാവരും കൊച്ചു കുട്ടികൾ ആ മുമ്പിൽ ഇരിക്കണം, മറ്റുള്ളവർ പുറകെ നിൽക്കണം. വേഗത്തിൽ വന്നാണ് സമയം പോയി പോകും. എടുത്തോ? കടന്നു നിൽക്കാനാണ്. അവിടെ നിന്നോ എടുക്കാം. കൊച്ചുമക്കളും എടുക്കാനില്ലേ? നീ അവനെ കൊണ്ട് അവിടെ നിന്നാ കൊച്ചുമക്കളായോ?